ഞങ്ങൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും കോൺഗ്രസിന്റെ ഒരു 19 വർഷക്കാലത്തെ സംഘടനാ പ്രവർത്തകനായിട്ട് നിൽക്കുകയും അദ്ദേഹത്തിന്റെ മകൻ അംഗവൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കൂടി ചേർത്ത് ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. 2021 മുതൽ KPCCയുമായിട്ട് ബന്ധപ്പെടുകയും അതിന് അദ്ദേഹത്തെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചുമതല നിരവധി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ ചെയ്തികളുമായിട്ട് ബന്ധപ്പെട്ട് കടക്കണിയിൽപ്പെട്ട മനുഷ്യൻ KPCCക്ക് തന്നെ കത്തെഴുതിയിട്ട് ആ കത്തിന്റെ ഉള്ളടക്കത്തെ ഗൗനിക്കാൻ അവരാരും തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ മരണത്തിലേക്ക് നയിച്ചത്. ഇവിടെയുള്ള MLA ശ്രീ IC ബാലകൃഷ്ണൻ ശുപാർശ കത്ത് കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 7 കൊല്ലം സർവീസ് ഉണ്ടായിരുന്ന മകനെ അവിടെ നിന്ന് പിരിച്ചുവിടുകയാണ്. എന്നിട്ട് ശുപാർശ കത്ത് നൽകിയിട്ടുള്ള ആളെ നിയമിക്കുന്നു. ശുപാർശ കത്ത് വെറുതെയല്ല, ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പണം വാങ്ങിയിട്ടാണ് മുഴുവൻ കാര്യവും എല്ലാ തരത്തിലുള്ള നിയമനവും നടത്തിയിട്ടുള്ളത്. അതിനുശേഷവും അവിടെ ഇതേ 2 പോസ്റ്റ് ഉണ്ടായി, നിയമനം നടത്തുകയും ചെയ്തു. അപ്പോഴും ഈ മകനെ പരിഗണിക്കുന്ന നില സ്വീകരിച്ചില്ല. പിന്നെ ആശ്രയമറ്റ മകനെ മാത്രം ഒഴിവാക്കി നിർത്തി സ്വന്തം ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് അസാധ്യമാണെന്ന നിഗമനത്തിലാവണം ആദ്യം മകനെയും പിന്നീട് അയാളും സ്വയം മരിച്ചത്. ഇവിടെ DCC പ്രസിഡന്റ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹം നീണ്ടകാലം ട്രഷററാണ്. നിരവധി ചെക്ക്, അതുപോലെ തന്നെ കടബാധ്യത ഉൾപ്പെടെ രേഖകൾ എല്ലാം പണയപ്പെടുന്നൊരവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പരിഹരിക്കാനാവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളിവിടെ പറഞ്ഞതുപോലെ KPCC നേതൃത്വം ഓടിയെത്തേണ്ടതാണ് ആ നിമിഷം തന്നെ. എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അവർക്ക് തന്നെ കുറേ കാര്യങ്ങൾ അറിയുന്നതാണ്. എന്നിട്ട് KPCC പ്രസിഡന്റ് പ്രതികരിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം. അന്തവും കുന്തവും ഇല്ലാത്ത ഒരു കുടുംബം, മകനും അതുപോലെ ട്രഷററായിട്ടുള്ള വിജയനും മരിച്ചപ്പോൾ അന്തവും കുന്തവും ഇല്ലാത്ത ഒരു കുടുംബം. പിന്നെയോ സതീശൻ എന്താ പറഞ്ഞത്? VD സതീശൻ പറഞ്ഞത് എന്താ? കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ്. രമേശ് ചെന്നിത്തല എന്താ വിശദീകരിച്ചത്? ഇതെല്ലാം കളവാണെന്നാണ്. ഈ രേഖയൊന്നും സത്യസന്ധമായിട്ടുള്ളതല്ല, കള്ളരേഖയാണെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷവും അവരെ ആക്രമിക്കുകയാണ്. ഈ നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളിതിൽ കാണുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ കുടുംബത്തെ സംരക്ഷിക്കണം. ഇപ്പോൾ തന്നെ കടമൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ 2,10,00,000 രൂപ വിവിധ ബാങ്കുകളിലായിട്ട് ഇപ്പോൾ കടമുണ്ടെന്നാണ് വ്യക്തമാക്കപ്പെട്ടത്. കണക്ക് മകൻ തന്നെ എന്നോട് പറഞ്ഞു. ഇനി ഇതിന് പുറമെ DCCയുടെ ഭാഗമായിട്ട് വാങ്ങിയ കൈക്കൂലികളെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ചെക്കും അതുപോലെ തന്നെ പണയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രേഖയും ഒക്കെ വേറെയും നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് SP-ക്കും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കും എന്നോട് ഇത്ര പൈസ വാങ്ങിയിട്ടുണ്ട്, 15 ലക്ഷം വാങ്ങിയിട്ടുണ്ട്, 10 ലക്ഷം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള പരാതി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ആത്മഹത്യ ചെയ്ത ആ 2 പേര് മാത്രമല്ല, കുടുംബമാകെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഉള്ളത്. ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ 19 വർഷക്കാലത്തെ ജീവിതം മുഴുവൻ ഹോമിക്കപ്പെട്ട ഒരു പാർട്ടി നേതാവിന്റെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നമായിട്ടാണ് രാജ്യം മുഴുവൻ കാണുന്നത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കിതൊരു പ്രശ്നമായിട്ട് അവർ കാണുന്നില്ല. കാരണം കൊലപാതകികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് അവർ എടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല വയനാട് സംബന്ധിച്ച്. വയനാട്ടിലെ മാനന്തവാടിയിലെ ജോണിയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ.
അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. എന്നിട്ട് സുധാകരൻ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടൊരു ബദൽ സ്ഥാനാർത്ഥിയെ നിർത്തി. ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ, ജോണിനെ തോൽപ്പിക്കുക, ജോണീന. അവസാനം വോട്ടെണ്ണി നോക്കിയപ്പോൾ 8 വോട്ടാണ് കിട്ടിയത്. 8 വോട്ട്. തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം പാർട്ടി ഓഫീസിൽ പോയിട്ട് തൂങ്ങി മരിച്ചത്. ഇതൊക്കെ വയനാട്ടിലുണ്ടായത് തന്നെയാണ്. കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു സാമ്പിൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ വളരെ അപകടകരമായ ഒരു നിലപാടാണ് ഈ കോൺഗ്രസ് നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്നത്. ധീരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നപ്പോൾ കോളേജിൽ കയറിയിട്ടാണ് വെട്ടിക്കൊന്നത്. ആ കൊന്ന പൈലിയെ ഒപ്പം കൊണ്ട് നടക്കുകയാണ് ഇപ്പോഴും പോലും. എൻ്റെ കുട്ടികളാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നമാണ് എന്നെങ്കിൽ ഈ മാധ്യമങ്ങളൊക്കെ എത്ര ദിവസത്തെ ചർച്ച നടത്തുമായിരുന്നു. ഞങ്ങളൊരു ഇരട്ടത്താപ്പ് നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, ഇതുപോലുള്ളൊരു സംഭവത്തോട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് പത്രക്കാരോട് നേരിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന് ശേഷമാണ് ചിലരെങ്കിലും പ്രതികരിച്ചത്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതികരണമില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ വളരെ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് അത് സംബന്ധിച്ച് പാർട്ടിക്കുള്ള അഭിപ്രായം. ഞങ്ങൾ ഒരു മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ MLA തുടർന്ന് മുമ്പോട്ടേക്ക് പോവുക. ഇപ്പോൾ MLAക്ക് 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ഓർഡർ കിട്ടിയപ്പോഴാണ് എവിടെയോ കർണാടകത്തിലാണെന്നാണ് പറയുന്നത് ഒരു വീഡിയോ കിട്ടിയത്, സ്ലിപ്പ് കിട്ടിയത്. കല്യാണം ഇത്രയും ദിവസം കഴിഞ്ഞ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്കിപ്പോൾ കോൺഗ്രസിന്റെ സംരക്ഷണം ഉണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നതല്ല ഒരു MLAക്ക്. അതാ സംഭവം. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് സംരക്ഷണം കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ സംരക്ഷണം നൽകേണ്ടതുണ്ട് എന്ന അവസ്ഥ വന്നാൽ സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ രാജിവെക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. രാജിവെക്കേണ്ടിയുണ്ട്, ജനങ്ങളോടാണ് മാപ്പ് പറയേണ്ടത്. ഇത്രയും വലിയ ഒരു ആഘാതം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് അവർ പറഞ്ഞു, അവർ സാമ്പത്തികമായ പ്രയാസം തന്നെയാണ് പറഞ്ഞത്. ഇപ്പം കണക്കെല്ലാം നോക്കിയപ്പോൾ 2,10 ലക്ഷം രൂപയിലധികം ഇപ്പം കടമുണ്ട്. അതിന് പുറമെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആക്ഷേപത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വരുന്ന പരാതി ഉണ്ടല്ലോ, കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പരാതിയെ തുടർന്ന് വരുന്ന കാര്യത്തിൽ എത്ര ചെക്കാണ് കൊടുത്തിട്ടുള്ളത്, ഏതൊക്കെ വസ്തുവാണ് പണയപ്പെടുത്തിയിട്ടുള്ളതെന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും തിട്ടപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇതൊന്നും ആവശ്യപ്പെട്ടില്ല. പാർട്ടി അങ്ങോട്ടും പറഞ്ഞിട്ടില്ല, പാർട്ടി അവരും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ആ കുടുംബത്തെ സംരക്ഷിക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് കോൺഗ്രസ് അത്രത്തോളം സംരക്ഷിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ അന്വേഷണ കമ്മീഷൻ നിശ്ചയിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടെ പ്രശ്നം. അല്ല, എനിക്ക് അവരുടെ പ്രതികരണത്തിന്റെ പ്രശ്നമല്ല. ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ആ സംഭവത്തെ തുടർന്ന് ഇത്ര വലിയൊരു കടക്കണിയിൽ അവർ പെട്ടിരിക്കുകയാണ്. അവരെങ്ങനെയാണ് സംരക്ഷിക്കുക എന്നുള്ളത് ആലോചിക്കണ്ടേ? അത് ആലോചിക്കേണ്ടത് കോൺഗ്രസ് അല്ലേ? ഇനി കോൺഗ്രസ് ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. തുടക്കത്തിൽ കുടുംബം ചില സംശയങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അത് തെറ്റിദ്ധാരണ മൂലമാണെന്നാണ് അവസാനം. ഞങ്ങളിപ്പോൾ ആ ഒരു തർക്കത്തിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിനാണ് അതിന്റെ കാര്യം? ഒരു കുടുംബത്തിന്റെ അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മളെല്ലാം. അതിന്റെ പശ്ചാത്തലത്തിൽ പിന്നെ അതിന്റെ അകത്ത് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണോ തെറ്റായി പറഞ്ഞാണോ, അത് ഇവർ രണ്ടും ഈ മൂന്നാളും പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഇവിടെ. അവരുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. ആ പ്രതികരണം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുക? അൻവറിന്റെ കാര്യം ഞങ്ങൾ പണ്ടേ വിട്ടതാണ്. ഒരു പ്രശ്നവും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു. ഞങ്ങൾ അന്നേ പറഞ്ഞു കഴിഞ്ഞു അൻവറുമായിട്ട് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അത് പറഞ്ഞതോടുകൂടി അൻവർ ഞങ്ങളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും വിച്ഛേദിച്ചു. പിന്നെ എവിടെയാണ് അദ്ദേഹം പോകാൻ പോകുന്നത്? DMK-യിൽ പോവോ, തൃണമൂൽ കോൺഗ്രസ് പോവോ തുടങ്ങിയ കുറേ ചോദ്യമുണ്ട്. എനിക്കതിൽ യാതൊരു സംശയവും ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതിന് അദ്ദേഹം UDF-ലാണ് പോകുന്നത്.